വയനാട്ടിൽ റിട്ടയർഡ് സർക്കിൾ ഇൻസ്പെക്ടറുടെ മരണം കൊലപാതകമെന്ന സംശയവുമായി കുടുംബം. വടുവഞ്ചാൽ സ്വദേശി പി രാമൻകുട്ടിയാണ് ശനിയാഴ്ച രാവിലെ വീടിന് സമീപത്തെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വെള്ളിയാഴ്ച ബസ്സിൽ വെച്ച് ഒരു സ്ത്രീയുമായി ഉണ്ടായ പ്രശ്നത്തിന്റെ പേരിൽ ഒരു സംഘം ആളുകൾ രാത്രി വീട്ടിലെത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതിനു പിന്നാലെയാണ് രാമൻകുട്ടിയെ കാണാതായത്. എം കമൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കേരള പോലീസിൽ നിന്ന് സർക്കിൾ ഇൻസ്പെക്ടറായി വിരമിച്ച വടുവഞ്ചാൽ വളവ് സ്വദേശി പി രാമൻകുട്ടിയെ നവംബർ 22-ന് രാവിലെയാണ് വീടിന് സമീപത്തെ കിണറിൽ മരിച്ച നിലയിൽ കാണുന്നത്. മേപ്പാടിയിൽ നിന്ന് വടുവഞ്ചാലിലേക്കുള്ള യാത്രാമധ്യേ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട ബസ്സിൽ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് രാത്രി ആളുകൾ വീട്ടിൽ വന്ന് ബഹളം വെച്ചത്. അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവ് രജിത്താണ് ആദ്യം നമ്മളോടൊപ്പം ചേരുന്നത്. ഇതിൽ കുടുംബത്തിന് ഭാഗത്തു നിന്നുള്ളൊരു സംശയങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് ശരിക്കും അന്ന് പ്രശ്നം? രാത്രിയിൽ എനിക്ക് ഇളയ അമ്മാവൻ ഫോൺ ചെയ്ത പ്രകാരമാണ് ഞാനിവിടെ വരുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ 1:30 കൂടിയിട്ട് ഞാനിവിടെ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ നിറയെ ആൾക്കാരുണ്ട്. അവർ ആയുധങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവരുള്ളത്. അപ്പം ഇവർ ആരെയും വീട്ടിലേക്ക് ഞങ്ങളെ കടത്തിവിടാൻ വേണ്ടി അവർ തയ്യാറാവുന്നില്ല. അപ്പം അവർ പോലീസാണെന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ ആരാണ് പോലീസെന്ന് ഞാൻ അവരോട് ചോദിച്ചപാടെ തന്നെ അയാൾ എന്നെ ആക്രമിച്ചു. എൻ്റെ വീട്ടിൽ കയറാൻ എനിക്ക് അവകാശമില്ല എന്ന് വേറെ ആളെന്നെ തടുത്ത് നിർത്തുക എന്ന് പറഞ്ഞാൽ പറ്റത്തില്ലല്ലോ. മാത്രമല്ല ഞാനും എൻ്റെ ഭാര്യനും കുട്ടികളും ഞാൻ വന്നത്. പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കുടുംബത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് അറിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഓടി വീട്ടിനകത്തേക്ക് ചെന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അച്ഛനെ കാണുന്നില്ല. ഞാനുമായിട്ട് ഫ്രണ്ടിൽ വഴക്കുണ്ടാക്കുന്ന സമയത്ത് അവർ ഇതേപോലെ തന്നെ ഒരു ഗ്യാങ് പുറകിൽ കൂടി വന്ന് അച്ഛനെ അപായപ്പെടുത്തിയതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ അച്ഛൻ മരിച്ചു കിടന്ന അച്ഛൻ്റെ കഴുത്തിൽ ഒരു വലിയ കല്ല് കെട്ടി വെച്ചിട്ടുണ്ട്. ഒരാൾക്ക് മാത്രമല്ല, ഒരു 10-12 അടി താഴ്ചയുള്ളൊരു കിണറാണിത്. അതിലൊരു ആത്മഹത്യ ചെയ്യാനുള്ള സാഹചര്യം ഇല്ല. കൊലപാതകമാണെന്ന് തന്നെ നിങ്ങൾ ബന്ധുക്കൾ? തീർച്ചയായിട്ടും. ഈ അയൽക്കാരനായിട്ടുള്ള റഷീദ് കൂടി നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹം ആദ്യം നിങ്ങളെ വിളിച്ച് സംസാരിച്ചിരുന്നു. എങ്ങനെയാണ് നിങ്ങളിത് അറിയുന്നത്? അതെ, ഞാനാണ് പുള്ളീനെ വിളിക്കുന്നത്. ഞാൻ വിളിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളീൻ്റെ ഗേറ്റിൻ്റെ അടുത്ത് ഇടിച്ചു കയറാൻ കണക്കിന് 10-25 ആളോളം പുള്ളീൻ്റെ ഗേറ്റിൻ്റെ മുന്നിലുണ്ട്. അപ്പോൾ എന്നൊരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ പുള്ളീനെ വിളിച്ചു. പുള്ളി പറഞ്ഞു ഇങ്ങനെ ബസ്സിൽ വെച്ചിട്ട് ചെറിയ ഒരു തിരക്കുള്ള ബസ്സായിരുന്നു, തട്ടുമുട്ട് ചെയ്തതിൽ അതവിടെ തീർന്നതാണ്. ഒരു സ്ത്രീ പരാതി കൊടുത്തിട്ടില്ല സ്ത്രീ. അപ്പോൾ പരാതി കൊടുത്തിട്ടില്ല. പുള്ളി പറയുന്നത് സ്ത്രീക്ക് പരാതി ഇല്ല എന്നും പറഞ്ഞ് പോരുക ചെയ്തത്. അപ്പോൾ എന്നോട് അവർ പറയുന്നത് ഞാൻ പോലീസുകാരനാണ്, നിങ്ങൾ പ്രതിനെ രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെയാണ് 1-ാം പ്രതിയാക്കുക. അപ്പോൾ ഞാൻ ലാസ്റ്റ് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രസവിച്ചെടുക്കുന്ന ഒരു മോളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വീടിൻ്റെ ഉള്ളിൽ കയറാൻ ഞങ്ങൾ സമ്മതിച്ചിട്ടില്ല. ഞങ്ങൾ ഇടയ്ക്ക് കിണറ്റിൽ നിങ്ങൾ പോയി തിരഞ്ഞപ്പോൾ ഓടി കണ്ടിട്ടില്ല. ഫോണും ടോർച്ചും മാത്രം കിണറിൻ്റെ സൈഡിലുണ്ട്. കമ്പിട്ടിട്ടും ഇതും ഒക്കെ എടുത്ത് തിരഞ്ഞു നോക്കിയതാണ് ഫോൺ കണ്ടപ്പോൾ. പക്ഷേ ബോഡി അപ്പമില്ല. പിന്നെ രാവിലെ 6 മണിക്കാണ് നമ്മൾ ബോഡി കാണുന്നത്. എന്തായാലും സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട രാമൻകുട്ടിയുടെ കുടുംബം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.